ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നിവിടെ ഒരു പൈനാപ്പിൾ അച്ചാർ തയ്യാറാക്കിയെടുക്കാൻ വിചാരിച്ചു. അപ്പം അത് നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അതിനായി തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി അത് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാട്ടോ. നിങ്ങൾ ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. എല്ലാവരും ഉണ്ടാക്കുന്ന വേറെ വേറെ രീതിയിലല്ലേ. അപ്പം ഇത് നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലോണം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ നമുക്കതിലേക്ക് പൈനാപ്പിൾ കാന്താരിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉപ്പിലിട്ട കാന്താരിയ. അപ്പം നല്ല വിനാഗിരി എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടി നോക്കിയിട്ട് മതി നമുക്ക് ഉപ്പ് ചേർക്കാൻ. ഓൾറെഡി ഞാൻ ഉപ്പിലിട്ടൊരു ജെറിയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് മുന്നേ ഞാൻ ഉപ്പിലിട്ട് വെച്ചതാണ്. അപ്പം നല്ല ടേസ്റ്റാണത്. അപ്പം അത് എന്തിനെങ്കിലും അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കലാണ്. അപ്പം ഇതൊന്ന് വെന്ത് വന്ന സമയം കൊണ്ട് ഞാനിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മസാല ഇട്ട് കൊടുത്താൽ നമ്മൾ അധികം നേരം അടുപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറാട്ടോ. അപ്പം നമുക്ക് ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ഞാനിവിടെ ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി വിനാഗിരി അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടുതലും അപ്പം എന്ന് പറയും. എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഞാൻ എപ്പോഴും അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിക്കായ, ഇവിടെ അതാ പറയാം മേപ്പാടി ഭാഗത്തൊക്കെ, പക്ഷെ ഞങ്ങളതിന് പറയുക ചെറി എന്നാണ്. നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് പഴുത്താലൊക്കെ നല്ല ടേസ്റ്റാട്ടോ തിന്നാൻ. ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് വേഗം ഇതൊന്ന് ഇറക്കി വെക്കാം. പുളിക്കായ അധികം വേവേണ്ട ആവശ്യമില്ല. ഓൾറെഡി അത് ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുകയല്ലേ. അപ്പം ആ ഒരു സമയം കൊണ്ട് ഞാനത് മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് ഒരു ലേശം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പ്, മധുരം, പുളി എല്ലാം കൂടി മിക്സ് ചെയ്തൊരു ടേസ്റ്റാണ്. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയൊരു ബീഫിൻ്റെ അച്ചാറാട്ടോ. നല്ല ടേസ്റ്റ്. അതിൻ്റെ റെസിപ്പി എടുക്കാൻ ഞാൻ മറന്നുപോയി.